ഇന്ന് പൂരാടാ. എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ? ഞാനും അതെ, ചെറിയൊരു തിരക്കിൽ തൃശ്ശൂർക്ക് വന്നോക്കാം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാനും മോളാണ് വന്നോക്കണത്. തൃശ്ശൂർ ഇറങ്ങി ഞങ്ങളിപ്പോൾ നേരെ പോണത് കല്യാണിലേക്കാണ്. ഇന്നാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. റെഡിമെയ്ഡ് എടുക്കണ കാരണം എപ്പോൾ ചെന്നാലും പാകത്തിനുള്ളത് എടുത്ത് പോരാലോ. അപ്പോൾ കല്യാണിലെത്തി ഞങ്ങൾക്ക് അവിടുത്തെ ഡ്രസ്സുകൾ, കണ്ട ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അധികം നിന്ന് ചിറ്റിയില്ല. അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് തിരിച്ചു. ഡ്രസ്സും ഇഷ്ടപ്പെട്ടില്ല, വിലയും ഇഷ്ടപ്പെട്ടില്ല. വില അന്യായ വിലയാണ്. അപ്പോൾ പിന്നെ എന്തായാലും സമയം കളഞ്ഞില്ല. ഞങ്ങൾ നേരെ വരണ വഴിക്ക് തന്നെ ഞങ്ങൾ അവിടെ ഒരു ട്രെൻഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കയറണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അത് വിട്ടു. തിരിച്ചു വരുമ്പോൾ ആ ഒരു കടയിലും കൂടെ കയറി. അപ്പോൾ ട്രെൻഡ്സിൽ നിന്നാണ് പിന്നെ എനിക്കും കല്യാണിക്ക് അതിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടി. 10 മിനിറ്റ് ആട്ടോ എടുത്തുള്ള ഒരു ചെറിയൊരു ഷോപ്പായിരുന്നു അത്. അധികം തുണികളില്ല. നമുക്ക് എല്ലാതും ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇത്രയും വലിയ കടയിൽ കയറിയിട്ട് കണ്ട ഡ്രസ്സ് ഉണ്ടായിട്ട് അതിലൊരെണ്ണം പോലും ഇഷ്ടപ്പെട്ടില്ല. നേരെ തിരിച്ച് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് അത് ഇണങ്ങണില്ല. അപ്പോൾ പിന്നെ അത് വേണ്ട. ഈ ഒരു കടയിൽ കയറിയപ്പോൾ പെട്ടെന്ന് എടുത്തു വെച്ച പോലെ അത് മോൾക്കായാലത് ഒറ്റ ഡ്രസ്സേ കണ്ടുള്ളൂ. വേറെ ഒന്നുമേക്ക് നോക്കിയില്ല. അതെടുത്തു ഇട്ടു പാകമായി പോന്നു. അതെന്നെ എനിക്കും. അപ്പോൾ ഡ്രസ്സ് എടുക്കലൊക്കെ വേഗം കഴിഞ്ഞ കാരണം ഞങ്ങൾ പിന്നെ വടക്കുന്നാഥൻ്റെ അങ്ങോട്ട് കയറിയിട്ടാണ്. അവിടെ കുറേ ഓണച്ചന്ത പോലെ കുഞ്ഞു കടകളൊക്കെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് പൂവേ വാങ്ങിക്കണ്ടു, വേറെ ഒന്നും വാങ്ങിക്കണ്ട. എന്നാലും ഇത് കണ്ട് നടക്കാനായിട്ട് നല്ല രസമല്ലേ എന്ന് വെച്ച് ഞങ്ങൾ അങ്ങനെ ആ പൂരപ്പറമ്പ് മുഴുവനും അലഞ്ഞു തിരിഞ്ഞു. അപ്പോൾ ഒരു സൈഡിൽ ഫുള്ള് ഇങ്ങനത്തെ കച്ചവടം, അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ നിറച്ച് ഫോട്ടോഷൂട്ടായിരുന്നു. ഈ ചേട്ടനെ കൈ നോക്കാനായിട്ടൊന്ന് വിളിച്ചു. അപ്പോൾ എന്തായാലും കൈ നോക്കാനൊന്നും ഞാൻ ഇരിക്കണില്ല. കൈ നോക്കാണ്ട് തന്നെ എൻ്റെ ഭാവിയും ഭൂതവും ഏറെക്കുറപ്പം ഞാൻ അറിഞ്ഞിട്ടായിരിക്കണ്. അപ്പോൾ കൈയൊന്നും നോക്കിയില്ല. ഞാൻ ഈ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഈ തത്തമ്മ വന്നിട്ട് ഇതിങ്ങനെ കൊത്തിപ്പറക്കണത് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ എടുത്തോ എന്ന് പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നത് കുത്തണതൊക്കെ കണ്ടു. പിന്നെ വേറൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കൈ നോക്കാനായിട്ട്. അപ്പോൾ തത്തമ്മ എടുത്ത് സംസാരിക്കാൻ തുടങ്ങണ ചേട്ടൻ. അപ്പോൾ പിന്നെ നമ്മളവിടെ നിൽക്കണത് ശരിയല്ലല്ലോ, അവരെ കാര്യങ്ങളല്ലേ പറയണത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഇപ്പോൾ വടക്കുന്നാഥൻ്റെ നടക്കെത്തിയിട്ട് അവിടെ ഒരു പൂക്കളം ഇട്ടുണ്ട്. ഓരോ ദിവസം ഓരോ ദേവന്മാരുടെ പൂക്കളാന്ന് തോന്നുന്നുണ്ട് ഇടുന്നത്. ഇപ്പോൾ ഇന്ന് ഇട്ടോക്കുന്നത് ശ്രീരാമനെയാണ്. എന്നോ ഒരു ദിവസം അയ്യപ്പനെ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പൂക്കളാണ് ഞാൻ കണ്ടോക്കണത്. നല്ല ഭംഗിയിൽ ശ്രീരാമനെ ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ ഒക്കെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ അവിടെ ഇരുന്ന് സെക്യൂരിറ്റി കിടന്ന് ഓളിടുന്നുണ്ട്. അവിടെ നിൽക്കാൻ പാടില്ല, അവിടെ ഇരിക്കാൻ പാടില്ല. ഒരാളുള്ള മേയ്ക്കാനായിട്ട് ഈ കണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ അയാൾ കുറേ ചീത്ത പറയുന്നുണ്ട്. ഇവർ പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് മറക്കുമല്ലോ. ഇവർക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഭ്രമത്തിലല്ല നിൽക്കണത്. പിന്നെ ഇത് ശ്രീമൂലസ്ഥാനം. തൃശ്ശൂർ പൂരത്തിൻ്റെ അവസാന ഭാഗം ഉപചാരം ചൊല്ലി പിരിയണത് ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് കയറാൻ പോവാണ് വടക്കേ സ്റ്റാൻഡിലേക്ക്. അപ്പോൾ പോണ വഴിയൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ റൗണ്ടിൽ കൂടെ വണ്ടികൾ പോണതും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊക്കെ ഭയങ്കര സൈലൻ്റായി. ഇത്രയും വലിയ ടൗണിൻ്റെ നടുക്കുക എന്നുള്ളത് നമുക്ക് തോന്നില്ല. ഇത് കണ്ട അത് ആനയ്ക്ക് കൊടുക്കാനുള്ള പട്ടയാട്ടോ. അപ്പോൾ ഞാൻ കല്യാണിയുടെ അടുത്ത് പറഞ്ഞു, ഇത് ആനയ്ക്ക് കൊടുക്കണ പട്ടയല്ല, ഇത് കാട്ടിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഇവിടെ ഇങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ കല്യാണി പറഞ്ഞ എൻ്റെ അടുത്ത്, അമ്മ ഇവിടെ ഒരു ആനക്കോട്ടയുണ്ട്. കോട്ട എന്ന് പറഞ്ഞാൽ വലിയൊരു കോട്ടയൊന്നല്ല, ഒരു ചെറിയൊരു കോട്ടയുണ്ട്. അവിടെ എപ്പോഴും ആന ഉണ്ടാവാറുണ്ട്. എങ്ങനെ കല്യാണി നിനക്കറിയാമെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, സ്കൂളിലേക്ക് പോകുമ്പോൾ ഇവരുടെ ബസ് അവിടെ നിന്ന് നേരത്തെ വരും, വീടിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ വരും. ഇവർ പഠിക്കണ്ടായിരുന്നത് വിവേകോദയത്തിലാണ്. അപ്പോൾ ഇവളും ഇവളുടെ ഫ്രണ്ടും കൂടി ഈ പൂരപ്പുറമ്പിൽ കൂടിയാണ് പോവുക. എന്നാൽ വെച്ചാൽ ഇവർ നേരത്തെ എത്തില്ല. അപ്പോൾ സ്കൂളൊന്നും തുറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ആനകളിൽ നോക്കി ഇതിൽ കൂടെ ഇങ്ങനെ എഴിഞ്ഞാൽ വരാം. പിന്നെ ഇവിടെ മലയണ്ണാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇന്നലെ ഞാൻ ഇട്ടുണ്ടായിരുന്നു ചെറിയൊരു ഷോർട്സ്, ഒരു കുരങ്ങൻ വന്നിട്ട്. ഇപ്പോൾ കാടുന്നൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. മലയണ്ണാൻ ഇവിടെ സ്ഥിരമുള്ളത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കിയാൽ കാട്ടിലുള്ള ജീവി ടൗണിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ ആനക്കോട്ടയുടെ അകത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഒരു ആനയുടെ ഒരു ഫ്ലെക്സാണ്. പിന്നെ കയറിനോടത്ത് ഒരു ആന നിൽക്കണുണ്ട്. അതിനെ മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ നിരാശയിൽ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു പൂച്ചക്കുട്ടനെ കണ്ടു.
പിന്നെ ഇവിടെ നിന്നിട്ട് നോക്കിയപ്പോൾ വടക്കുന്നാഥ അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നടന്നു. ആരും കണ്ടൊന്നുമില്ല ആ പരിസരത്ത്. ഇനിയിപ്പോൾ ചീത്ത പറയോ ആട്ടി വിടുമെന്നൊന്നും അറിയില്ല, എന്നാലും അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് നടന്നു. പിന്നെ ഒരു കുഞ്ഞക്കുളം കണ്ടു. അവിടെ ആകെ കാട് പിടിച്ചിട്ട് കിടക്കാട്ടോ. അധികം നേരമൊന്നും നിന്നില്ല, വീഡിയോ എടുത്തു, വേഗം ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ഇവിടെ കയറിനോടത്താണ് ഒരു ആനേനെ ആദ്യം ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതിന് മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ കണ്ടത്. അവിടെ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനേനെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റി. അപ്പോൾ ആകെ കൂറ കുത്തിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മതപ്പാടിലാണ് ആനന്ന്. 2 ആനയുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം ഈ ഒരു ആനേനെയാണ് കണ്ടത്. ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ കുറേ അകലെ നിന്നിട്ട് ഒരാൾ ആടുണ്ട്. അതാണ് ഞാൻ രണ്ടാമത് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചത്. പക്ഷേ വീഡിയോയിലൊന്നും കാണില്ല കറക്റ്റായിട്ട്. സൂക്ഷിച്ചെന്നെ കണ്ണുകൊണ്ട് കാണുള്ളൂ, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ. ക്യാമറയിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇവരാരും കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 പേരും പ്രശ്നക്കാരാന്ന് തോന്നുന്നുണ്ട്. ആകെ മൊത്തം കൂറ കുത്തിയിട്ടാണ് നിൽക്കണത്. ഇതാണ് അടുത്ത ആന. ആദ്യം കണ്ട ആനയ്ക്ക് കുറച്ച് പ്രായമൊക്കെ ആയ പോലെയുണ്ട്. ഇതൊരു ചെറുപ്പക്കാരൻ്റെ പോലെയുണ്ട് കാണുമ്പോൾ. നല്ല സന്തോഷത്തിൽ നിന്ന് ആട്ടി നിൽക്കണുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ നോട്ടെ, കുറച്ച് വഴിയും കൂടി നടക്കാനുണ്ട് ബസ് കയറാനായിട്ട് സ്റ്റാൻഡിലേക്ക്. ഇന്ന് എല്ലായിടത്തും മഴയായിരുന്നോ? ഞങ്ങൾക്ക് ഇവിടെ മഴയുണ്ടായിരുന്നു കേട്ടോ, വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മഴയും ചെറിയ ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു. മഴയായ കാരണം നടക്കാനായിട്ട്, മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒലിക്കണ മഴ, നല്ല ചെറുതായി ചാറി തന്നെ നിൽക്കണ്ടായിരുന്നു. ചില സമയത്ത് ഇത്തിരി കനത്തിൽ പെയ്യും തന്നെയുള്ളൂ. അത് കാരണം നടക്കാനൊന്നും വലിയ ക്ഷീണം ഉണ്ടായിരുന്നില്ല, സുഖമായി നടക്കാനൊക്കെ പറ്റി. അപ്പം അത്രയേ ഉള്ളൂ വിശേഷം.